തിരികെ വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 8 മണിയോടുകൂടി തലസ്ഥാനത്ത് എത്തും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കർശന സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. അതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. ഭീകരതയ്ക്ക് മാപ്പില്ല. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി അമിത്ഷാ. ലോകത്തെ വൻ ശക്തികൾ ഇന്ത്യക്കൊപ്പമാണെന്നും ഭീകരവാദത്തിന്റെ വേരറുക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പഹൽഗാമിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിന്റെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. की छाया हो, हर चीज का मजबूती के साथ हमने जवाब दिया है। और अगर कोई एक कायराना हमला कर ये समझता है कि हमारी बड़ी जीत है, तो एक बात मन से समझ लीजिए, ये नरेंद्र मोदी सरकार है, किसी को बख्शा नहीं जाएगा, किसी को बख्शा नहीं जाएगा। इस देश की इंच इंच भूमि पर से आतंकवाद को मूल समेत उखाड़ने का हमारा संकल्प है और वो सिद्ध होकर रहेगा। और इस लड़ाई में न केवल 140 करोड़ भारतीय, पूरी दुनिया भारत के साथ खड़ी है। लामबंद होकर सभी दुनिया के देश एक मुश्त होकर आतंकवाद के खिलाफ ये लड़ाई में भारत की जनता के साथ खड़े हैं। और मैं फिर से संकल्प दोहराना चाहता हूं, जब तक आतंकवाद समाप्त नहीं होगा हमारी लड़ाई चालू रहेगी। और जिन लोगों ने एक कृत्य किया है उसका उचित दंड उनको निश्चित रूप से दिया जाएगा। കൂടുതൽ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ശക്തമായ താക്കീതാണ് പാകിസ്ഥാനെ ഭീകരതയ്ക്ക് അമിത്ഷാ നൽകിയിരിക്കുന്നത്. എണ്ണി പകരം ചോദിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്? സുരേഷ്, നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടതുപോലെ കൃത്യമായൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഓരോന്നിനും കൃത്യമായി കണക്ക് പറയിപ്പിച്ച് തന്നെയായിരിക്കും ഭാരതം പിന്തിരിയുകയുള്ളൂ, അല്ലെങ്കിൽ കർശനമായ നടപടികൾ കണക്ക് പറയിപ്പിക്കുന്നതിന് തന്നെ ഓരോന്നിനും കണക്ക് ചോദിക്കുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് സുവ്യക്തമായ മറ്റൊരു നിലപാട് കൂടി പറഞ്ഞത്. ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും മുഴുവനുമായി ഭീകരവാദത്തെ പറിച്ചെറിയും, വേരോടെ നശിപ്പിച്ച് കളയുമെന്ന കൃത്യമായൊരു നിലപാടും അറിയിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരാക്രമണം, അതായത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് ഭീരുക്കളുടെ ഭീകരാക്രമണമാണ്. അത്തരത്തിൽ ഭീരുക്കൾ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ഭാരതം ഒളിച്ചിരിക്കില്ല, അല്ലെങ്കിൽ ഭാരതം ഭയന്നിരിക്കില്ല. ഈ ഭീകരരെ മുഴുവൻ പിടികൂടി കടുത്ത ശിക്ഷ നൽകുക തന്നെ ചെയ്യുമെന്നും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. 90 മുതൽ തുടർച്ചയായി ഭീകരാക്രമണം നടക്കുന്നുണ്ട് ഭാരതത്തിൽ. ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീരിൽ നല്ല രീതിയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്. ഏത് ഭീകരപ്രവർത്തനം നടത്തിയാലും ആ ഭീകരപ്രവർത്തനം നടത്തിയവർക്കെല്ലാം തന്നെ കൃത്യമായി വിചാരണ ചെയ്യപ്പെട്ട് അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരുമെന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഈ ഭീകരർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെയാണ്. ആ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആരെയും വെറുതെ വിടില്ല, എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി കണക്ക് പറയിപ്പിക്കും, അല്ലെങ്കിൽ ശിക്ഷ നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഭീകരതയ്ക്ക് ഈ മണ്ണിൽ വേരോടാൻ സമ്മതിക്കില്ല. ആ നിലപാടിനോട് ഭാരതത്തിലെ 140 കോടി ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. അതുപോലെ 142 കോടി ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ ലോകവും ഭാരതത്തോടൊപ്പം നിൽക്കുന്നു. വൻ ശക്തികളെല്ലാം തന്നെ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന വിഷയം ഉദിക്കുന്നില്ല. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്രയും കൃത്യതയോടെ നിലപാട് വ്യക്തമാക്കുന്നതിന്. ഭീകരാക്രമണത്തിൽ ഈ ഭീകരർക്ക് കൃത്യമായ മറുപടി നൽകും, ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിനൊപ്പമുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കുമ്പോൾ നയതന്ത്ര തലത്തിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ അതിശക്തമായ പടയൊരുക്കം ഭാരതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന് ഒരു വ്യക്തത വരുത്തുക കൂടിയാണ് ആഭ്യന്തരമന്ത്രി ചെയ്തിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായും സുരേഷ്, വ്യക്തത എന്നതിനപ്പുറം ഒരു സൂചന കൂടി അതിലുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ വളരെ കൃത്യമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ ഒരു വാക്കുകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് അത്തരത്തിലൊരു വ്യക്തതയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കെല്ലാം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമിത്ഷായുടെ കൃത്യമായ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരെയും കണ്ടെത്തി കൃത്യമായ ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിനെ ലോകം മുഴുവൻ, അതായത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളും, ശക്തമായതും സമ്പന്നവുമായത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഈ നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന കർശനമായ ഭാഷയിൽ അദ്ദേഹം പറയുമ്പോൾ മറ്റു പല സൂചനകളും ഈ ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ കൃത്യമായ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ കണക്ക് പറയിപ്പിക്കുന്ന കൃത്യമായ നടപടി സ്വീകരിക്കുന്ന ഒരു നിലപാട് ഉണ്ടാകും, കണക്ക് തീർക്കുന്നൊരു നിലപാടുണ്ടാകുമെന്നൊരു സൂചനയും അതിൽ നിന്ന് വരുന്നുണ്ട്. തീർച്ചയായും ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭീകരതയ്ക്കെതിരെ ഭാരതം കൈക്കൊണ്ടിരിക്കുന്നു. അതിന് ലോകരാഷ്ട്രങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് ആക്രമണം നടത്തിയ ഇക്കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ 26 പേരുടെ ജീവനെടുത്ത ആക്രമണം നടത്തിയ ഓരോരുത്തരെയും കണ്ടെത്തി അവരെ കൃത്യമായി ശിക്ഷിക്കും. അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് ഈ ഭീകരതയുടെ സ്വഭാവമുള്ള മുഴുവൻ സംവിധാനങ്ങളെയും മുഴുവനായും പറിച്ചെറിയും, വേരോടെ പറിച്ചെറിയുമെന്ന ഉറച്ച നിലപാട് അമിത്ഷാ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് തീവ്രവാദത്തിനെതിരായി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് കൃത്യമായി ലോകത്തോട് വിളിച്ചു പറയുകയും അതിനെ തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.